ഓക്കെ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇത് വൃത്തിയായിട്ട ഡ്രസ് വാള് വയ്ക്കാൻ തോന്നുന്നു സത്യം. ഒരാഴ്ചയായി നീ എവിടെ പോവാണെങ്കിലും നിന്റെ കാറിന്റെ ഡ്രൈവറായി, നിന്റെ ബോഡി ഗാർഡായി നിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഞാൻ. ഇനി പറ, ഞാൻ ആരാ പ്രിയ? ഞാൻ ആരാ? പന്നിയാണ് നീ, വൃത്തികെട്ടവനും ഭൂലോക ചെറ്റയുമാണ്. നിന്റെ ഈ കുരങ്ങ് മുഖത്തിന്റെ ഒരു ലവ് വേണോന്നാ? നിന്നെ ലവ് ചെയ്യുന്നതിനെ കാട്ടി ആ പെണ്ണ് ട്രെയിനിൽ നിന്ന് ചാടി ചാവുന്നതാണ്. ഒരു വിഷയം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക. ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യ പോകുന്നിടത്തല്ല നീയും പോകുന്നു, എപ്പോഴും സത്യയെ പറ്റി സംസാരിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? കഴുതട മോനെ, ഒന്നുകിൽ ഹെൽപ്പ് ഇല്ലെങ്കിൽ കുത്തി കീറി ഞാൻ. എന്താണ് നീ പറഞ്ഞേ? ഫോണില്ല സാർ, ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്ന. പീഡിപ്പിച്ച ഫ്രണ്ടിനോടാ, എന്നോടല്ല. ഇവിടെ ഒരുത്ത നിന്നെ പോലെ ഉണ്ട്, ഒരു കഴുതയുടെ മോൻ. ഈ പറഞ്ഞ ഞാനടാ, നീ നിന്റെ അച്ഛനുവാ. ഇവനെ ഞാൻ സോറി പ്രിയ. എക്സ്ക്യൂസ് മീ. ഹായ് സത്യ. ഇതാരേത്? ഹൗ ആർ യു? ഐ ആം ഫൈൻ. എന്താ ഇവിടെ? ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. Were you expecting me? അത് പിന്നെ ജോത്സ്യം പറഞ്ഞു ഇന്ന് നിന്റെ സ്വപ്ന ദേവത നിന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. നോക്കിയപ്പോ നിങ്ങൾ എന്നെ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട്? പ്ലാൻ ചെയ്ത പോലെ എല്ലാം റെഡിയാണ്. ഇതാരാണ് പുതിയ കുരിശ്? എല്ലാം റെഡിയാണെന്നോ? എന്താ? ആ നിൽക്കുന്ന പെൺകുട്ടി കണ്ടോ, ബ്ലൂ ഡ്രസ്സിൽ? അവളുടെ പേര് റിതു എന്നാ. അവളുടെ അടുത്ത് നിൽക്കുന്ന പയ്യനെ കണ്ടോ? അവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാ. അത് ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. What? എന്തെന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഇവിടെ നിന്ന് കാണുന്ന സത്യമൊന്നും അവിടെ നടക്കുന്നത് വേറൊന്നും. ഏതൊരച്ഛനും തൻ്റെ മകൾ എവിടെയായിരുന്നാലും നന്നായിരിക്കണം, സുഖമായിരിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുക. റിതു എൻ്റെ മകളാ. അവൾ ഒരുത്തനുമായി പ്രണയത്തിലാ. അവനൊരു ഫ്രോഡാണെന്നറിഞ്ഞിട്ടും എൻ്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെയാ അവന് കൊടുക്കുക? എൻ്റെ ഇന്നത്തെ നിലയും വിലയും അനുസരിച്ച് ആ ഫ്രോഡിനെ, ആ വൃത്തികെട്ടവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ കാരണമാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എൻ്റെ മകൾ അറിഞ്ഞാൽ അവൾ എനിക്ക് ശാശ്വതമായി നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണെനിക്ക്. ഇപ്പോൾ അവൾ എന്നോടൊന്നും മിണ്ടാറില്ല, ഒന്ന് ഫോൺ വിളിക്കുന്ന പോലുമില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാക്കാനല്ല ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമോളെ രക്ഷിക്കാനാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മകൾ വീട്ടിൽ വരും സർ. മുള്ളിനെ മുള്ളുകൊണ്ടല്ലേ എടുക്കേണ്ടത്, അതുപോലെ ചതിയെ ചതി കൊണ്ടല്ലേ കണ്ടെത്തേണ്ടത്. സോറി. എടാ ഭയങ്കര. ഹായ്. ഹായ്. ആ പോയില്ലേ ബ്ലാക്ക് ഷർട്ടിട്ട ആള്? അയാൾ നിങ്ങളുടെ ഫ്രണ്ടാണോ അതോ പരിചയക്കാരനാണോ? യെസ്, അവൻ എന്റെ ഫ്രണ്ടാ. അയാളുടെ ഫോൺ താഴെ കിടന്ന് കിട്ടി. താങ്ക് യു. ഋതു, 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 പ്ലീസ് ഋതു, സോറി ഋതു. എന്റെ ലൈഫിൽ ഇനി നിന്നെ കാണരുത്. Go to hell. ഹലോ പപ്പ. ഐ എം എക്സ്ട്രീംലി സോറി. പപ്പയുടെ വാക്ക് കേൾക്കാതെ ഞാൻ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. ഞാൻ വീട്ടിലേക്ക് വരുവാണ്. വന്നോളൂ മോളെ. സത്യ, എന്റെ മകൾ എന്നോട് സംസാരിച്ചു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു വെരി മച്ച്. സർ, ഇനി അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ മകൾ വീട്ടിലെത്തും. അവളെ സ്വീകരിക്കും. നീ എനിക്ക് ഫോൺ ചെയ്തില്ല, എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല, നിന്നെ എനിക്കറിയില്ല, അങ്ങനെയുള്ളതെല്ലാം വിട്ടേക്കു സർ.
ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത് തെറ്റാണ്. Are we getting anything from the CCTV visuals of the museum? Hopefully. I think he's whispering something. Is this camera audio enabled? Can you check that? Yes, this is audio enabled. Play it. സർവം സമഞ്ജസം ലോകാ സമസ്ത. It's a Sanskrit mantra. Got it. Guys, can we just face map all the Indian Asian men who entered the museum? And also use all the identification documents provided in the museum? Okay, doing that. Can we get the details of this guy entering the country? നീ 1 week before വന്ന് എല്ലാം പ്ലാൻ ചെയ്ത് ക്രൗൺ ജുവൽ മോഷ്ടിച്ചിട്ട് പോയി. This can be our guy. You sure? It's not concrete evidence, but technically substantial evidence. Tom, file up all the evidence with the Indian Embassy and the local police so that they can start their proceedings before we go to India. Yes, we'll do, sir. മിസ്റ്റർ രംഗനാഥ്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. Don't worry. Rahul, Sir. up the security. യെസ് സർ. Guys, shut all the doors. Unit 1, come inside. Quick. Get inside. Unit 2. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ നമുക്ക് മുൻപേ 10 സ്റ്റെപ്പ് വെക്കുന്നുണ്ട്. നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ അവൻ പോവുകയാണ്. And he's so close to the police officers. നീ ആശ്രമത്തിൽ പോയിരുന്നില്ലേ? What about that? I did go to the ashram, taking the route of mantra which was whispered by ghost in museum vault. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി it's one of the best neurogenic treatment centers in India എന്ന്. ആചാര്യനോട് ഈ പെർട്ടിക്കുലർ മന്ത്രത്തെ പറ്റി ചോദിച്ചപ്പോൾ he explained that nerve damageനെ ക്യൂർ ചെയ്യാനാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത് എന്നാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് nerve ഡാമേജ് ആയിരുന്ന ഒരു ആൺകുട്ടിക്ക് ഈ മന്ത്രം ചൊല്ലി അസുഖം ഭേദമായി പോലും. അവന്റെ പേര് ശിവബോധി. ആ ശിവബോധിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് 10 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മാവൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. സർ, അവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഞാൻ ലോക്കൽ പോലീസിനോട് പറഞ്ഞിരുന്നു. ബട്ട് യു നോ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദിസ്, ആ സത്യയുടെ പേരിൽ ഇതുവരെ ഒരു കേസുമില്ല. സോ കാണാൻ സത്യയെ പോലുള്ള ശിവ എന്ന ആളെ കൊന്ന കേസിൽ ACP അറസ്റ്റിലായി ജയിലിലാണിപ്പോൾ. ആൻഡ് ദിസ് ACP ഡെഫിനറ്റ്ലി ഹാസ് ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ശിവ ആൻഡ് സത്യ. ആ ശിവബോധി എന്ന ശിവ മരിച്ചുവെങ്കിൽ ഈ ഗോസ്റ്റ് സത്യയാണോ സർ? ഞാൻ ഈ കേസിനെ വേറൊരു വ്യൂ പോയിന്റിലാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ, മ്യൂസിയം റോബറിയിൽ മരിച്ചവരെല്ലാവരും വർക്ക് ചെയ്തത് രാജാ രംഗനാഥന് വേണ്ടിയായിരുന്നു. Now he also got killed. So that means Ghost has finished everyone. ആ ഗാങ്സ്റ്റേഴ്സും ഈ രാജാ രംഗനാഥനും ഇവരെല്ലാവരും ചെറിയ കളിക്കാരാണ്.
അതുകൊണ്ട് തന്നെ മെയിൻ കളിക്കാരൻ മറ്റെവിടെയുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, ഗോസ്റ്റ് ഹാസ് ജസ്റ്റ് ബിഗൻ ഹിസ് ഗെയിം. അതാണ് ശരിക്കുള്ള ഗെയിം. ക്രൗൺ ജൂവൽ ഏതോ ഗോസ്റ്റ് എന്ന് പറയുന്നവൻ കൊള്ളയടിച്ചു ബോസ്. അന്ന് നടന്ന ബോംബ് ബ്ലാസ്റ്റേഴ്സിൽ നമ്മുടെ ആളുകളും ഡ്രഗ്സ് ആൻഡ് ഓർഗൻ ട്രാഫിക്കേഴ്സിന്റെ എല്ലാവരും മരണപ്പെട്ടു. ഇതെല്ലാം നേരത്തെ തന്നെ എന്നോട് എന്താ പറയാത്തത്? ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഡേവിഡിന്റെ ഇന്ത്യൻ പാർട്ണർ രാജരംഗനാഥനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗോസ്റ്റ് എന്നവൻ രാജരംഗനാഥനെയും തീർത്തു കളഞ്ഞു ബോസ്. Sorry sir, we tried to inform you but Take him away. 30 വർഷം കൊണ്ട് നിരവധി ജീവൻ ബലി കൊടുത്ത് സൃഷ്ടിച്ച ഈ സാമ്രാജ്യത്തിൽ ഏവനോ ഒരു ഗോസ്റ്റ് എന്ന് പറയുന്നവൻ വന്ന് ഇലകൾ മുറിച്ച്, കൊമ്പുകൾ മുറിച്ച്, മരവും മുറിച്ചു മാറ്റി ഇനി വേരോടെ മുറിച്ചു മാറ്റാൻ വന്നാൽ ഭയപ്പെടരുത്, ഭയപ്പെടുത്തുകയാണ് വേണ്ടത്. ജിത്ത്, ആ ഗോസ്റ്റ് ആരാണെന്ന് എനിക്കറിയണം. ഇന്റർപോളിൽ നമുക്കൊരു ഇൻഫോമർ ഉണ്ട്. അവൻ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്കും കിട്ടിയിരിക്കും. ഒന്നെങ്കിൽ നിനക്ക് നിന്നോട് സ്നേഹം തോന്നണം, അല്ലെങ്കിൽ നിനക്ക് മറ്റൊരാളോട് തോന്നണം. അങ്ങനെയുള്ളവരെ സെൽഫി എടുത്ത് ലൂസ് പോലെ ചിരിക്കുക എന്താ ലവാ? ആ ഫിഷ് മാർക്കറ്റിലെ ചമേലിയാണോ? വേറെ ആരാ നിന്നെ പ്രേമിക്കുക? ചിരിക്കാടാ. ഓ, ആ 3rd സ്റ്റാൻഡേർഡിലെ ജ്യോതി ടീച്ചറാണോ? എന്താ ജാനു ഇത്? പറയുന്നോ ഇല്ല? എനിക്ക് പോടാ, എനിക്ക് സമയമില്ലെന്ന്. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് പറയ്. ഓക്കേ. പ്രിയ, ഇത് പറയാനാണോ ഇത്രയും നേരം എടുത്തത്? അവള് നിന്നെ ലവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?